അപ്പൊ പിന്നെ തുടങ്ങല്ലേ? തുടങ്ങന്നെ. നമ്മള് 4000 ആളുടെ പരിപാടിക്ക് ഇന്ന് സാധനങ്ങൾ കയറ്റി പോകണം. അനുസരിച്ചിന്റെ അഭിപ്രായം എന്തിനാ? അഭിപ്രായം തന്നെ സാധനം കയറ്റം, കൊറേ സാധനങ്ങൾ കയറ്റാണ്ട് ചരക്കുകളുണ്ട്, പട്ടത്തിട്ട് ചില്ലറ പാത്രങ്ങളുണ്ട്, ബേക്കലുണ്ട്, കൈപ്പറ്റി, ചവറ. ഇതൊക്കെ നമ്മൾ കയറ്റിന്ന് പോവും. കയറ്റിന്ന് പോയില്ല, കയറ്റി നിർത്തും. നാളെ കാലത്ത് നേരത്തെ പോകും. നാളെ കാലത്ത് നേരത്തെ പോവും. ഫുഡ് അടിച്ചു കൊടുക്കും നമ്മള്. റോഷൻ ഞങ്ങൾക്ക് ധൈര്യമാണ് എല്ലാത്തിനും. പറഞ്ഞു പറയിപ്പിച്ചതല്ല. അല്ല, പറഞ്ഞു പറഞ്ഞുള്ള കാര്യം. ബിരിയാണി അടിക്കുന്ന ഒരു ഇതൊക്കെ മുക്കാ ഭാഗം റോഷൻ തന്നെയാണ്. അപ്പൊ ഗൈസ് നമ്മൾ മണല്ലൂർക്കാണ് പോണത്. പോവല്ലേ? പോവാ പോവാ. ആദ്യമായിട്ട് അവിടുന്ന് തിരിച്ചു വിടും. അങ്ങനെ തിരിച്ചു വിടും അവിടുന്ന്. ഈ റൈറ്റിലത്തെ ആളിലാണോ? ഇങ്ങോട്ട് തിരിക്കാ. പിരിഞ്ഞൊരു വർക്കി പോളു നേരെ സണ്ണി. കിട്ടയച്ചോ ചേട്ടാ? അപ്പൊ പിന്നെ തുടങ്ങല്ലേ? തുടങ്ങന്നെ. അണ്ടു സെറ്റാ? അപ്പൊ പിന്നെ തുടങ്ങല്ലേ? അടുപ്പുകള്, ചെമ്പ്, ചരക്ക്, വേഗാവട്ടെ. ജോയേട്ടാ ഉഷാറായേ? അപ്പോൾ 4000 ആൾക്കാണ് നമ്മൾ ഫുഡ് അടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് സബോള വറക്കും. സബോള ഒരു ഇങ്ങോട്ട് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് വറക്കും. സബോള നന്നാക്കുന്നുണ്ട്, ഇഞ്ചി നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സബോളയാണ് വറുത്തുകൊണ്ടിരിക്കുന്നത്. സബോള വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ ചിക്കൻ വറുത്തെടുക്കും. പാണ്ടസച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണത്? ജോസേട്ടൻ ഇവിടെ മിക്സിയിൽ പാലിനുള്ളത് വെച്ചിട്ടുണ്ട്. നാളികേരം അണ്ടർസെറ്റ് എന്തായി പണി? സ്പോട്ടാണ് വാഷ് ചെയ്തോണ്ടിരിക്കുന്നത്. 4000 ആളുടെ ബിരിയാണിയിലൊപ്പം നമുക്ക് 700 ആളുടെ കോഴിമീനും പോർക്കുണ്ട്.
സബോള പറത്തോണ്ടിരിക്കുന്നുണ്ട്. കണ്ട് കഴിയാറായി. ജോയിയേട്ടനാണ് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ജോയിയേട്ടൻ്റെ അഭിപ്രായം എന്തിട്ടാ? നല്ല അഭിപ്രായം. ഐസ് തണുത്ത് നമ്മൾ ചൂടുള്ള കഞ്ഞവെള്ളം ഒഴിക്കാം. അപ്പോൾ ഗ്യാസ് കുറ്റി വീണ്ടും നോർമൽ കണ്ടീഷനാവും. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വരില്ലായിരിക്കും. നമ്മൾ ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ കഞ്ഞവെള്ളം ജോയിയേട്ടൻ ഇളക്കിക്കൊണ്ടിരിക്കും. പോത്തിലേക്കുള്ള തക്കാളി 700 ആളുടെ പോത്തു. അപ്പൊ അടുത്തതായി നമ്മൾ ഫിഷാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോർക്ക് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 700 പേർക്ക് കോഴിമീനും പോർക്കുണ്ട്. പിന്നെ 4000 ബിരിയാണി. നമ്മുടെ പോത്താണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പാനുള്ള പൊടിയാണ് കേട്ടോ. ചൊറുക്ക കോഴി മീൻചാറ് മതിയാ. അങ്ങനെ മീൻ കൂട്ടാൻ തളിച്ചിട്ടുണ്ട്. ജോസേട്ട ഇവിടെ അരി വിട്ടുണ്ട്. ബീഫാണ് നമ്മൾ കാച്ചു കൊടുക്കുന്നത്. എത്രയാന്ന്? എത്രയാളുടെയാന്ന്? 700 പോത്തും കായ്. നമ്മൾ അടുത്തതായിട്ട് ബിരിയാണിയുടെ മസാല അടിച്ചുകൊണ്ടിരിക്കുന്നത്. 9 ചെമ്പ് അടിക്കുമ്പോൾ 9 ചെമ്പ് അടിക്കുന്നത് അറിയാമോ? അല്ല കണ്ടായി. അപ്പൊ ഗൈസ് ഡാനുമാണ് വന്നിട്ടുള്ളത്. ഷമിലും ഉണ്ട്. റിസർച്ച് എന്തിട്ട് കഥ തന്നെ കൊളുത്താൻ നിക്കണേ. മുടിയൊക്കെ കത്തിരുന്നു.
ഡാനു ബിരിയാണിയെ പറ്റി തന്റെ അഭിപ്രായം തെറ്റാ? അപ്പൊ ഡാനു ആണ് ഇവിടെ ഇരിക്കണത് ഗൈസ്. ബീഫ് തിന്നാൻ വേണ്ടി മാത്രം കോടഞ്ഞൂരിന്ന് വന്നതാണ്. ബീഫ് എങ്ങനെയുണ്ട് ഡാനുവാ? ശരിക്കും അതിനിടയ്ക്ക് അവിടെ നരക്കിയിട്ടുള്ള ചിക്കൻ പീസ് ഒരു ലെഗ് എടുത്തിട്ടുണ്ട് വർക്ക് നടത്തുന്നത്. വേണ്ട ചൂടിടണം അപ്പൊ ഇവിടെ നിന്നാണ് മോഷ്ടിച്ചേക്കണത് ഗൈസ്. ജോയിയേട്ടനുണ്ട്, റാപ്പിയേട്ടനുണ്ട്. ഇവിടെ കോഴി വറവ് ചെയ്തോണ്ടിരിക്കുക. റാപ്പിയേട്ടൻ എന്തായി, കഴിയാറായ? ബിരിയാണിക്കുള്ള മസാല അടിക്കുന്നുണ്ട്, അവിടെ കഴുകുന്നുണ്ട്. പപ്പതേ 4:30 ഇളക്കുണ്ട്. ഫുഡിനെ പറ്റി ജോസ്ഫന്റെ അഭിപ്രായം തെറ്റാ? ഇതിനെ പറ്റി നല്ല അഭിപ്രായമല്ലേ? നായങ്കരൊക്കെ നമ്മള് വലിയ നാളെ പഠിക്കല്ലേ നമ്മള്? നാളെ പഠിക്കല്ലേ? നാളെ പഠിക്കണം. ഇവിടെ നാളേരം വറുത്ത് വെച്ചിട്ടുണ്ട്. കോഴി നമ്മൾ വറുത്തോണ്ടിരിക്കുന്നുണ്ട്. 3 എണ്ണത്തിലിട്ട് വറുത്തോണ്ടിരിക്കുന്നുണ്ട് കോഴി. റാപ്പിയേട്ടൻ, പപ്പ അവിടെ മീൻ വറ്റിക്കുന്നുണ്ട്. ഇവിടെ കോഴി വറുത്ത് വെക്കുന്നുണ്ട്, പോർക്ക് നാളേക്കുള്ളത്. അപ്പൊ നമ്മള് ചിക്കന്റെ ഗ്രേവിക്ക് സവാള ഇട്ടുണ്ട്. കത്തിച്ച് കലക്കി കൊടുക്കാം. പറഞ്ഞാലും കുഴപ്പമില്ല. ആ ഇന്ത്യ കുറച്ച് ആളുകൾ കൊണ്ടിട്ട് വേണം. ഇത് ചതച്ചാൽ കുറേശ്ശെ ചതച്ചിട്ട് 9 പൈസ ഉണ്ട്. കുറേ ബാക്കിയുള്ള 3 12 ഇത് പിന്നെ ഒരെണ്ണം എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുതായി വന്നിട്ടുണ്ട്. ഇനി ബിരിയാണി ഓരോന്ന് അടിച്ചു തുടങ്ങാം. ചിക്കനൊക്കെ വേഗം ഇരുന്നില്ലേ? ആവട്ടെ, ഞാനടക്ക മാറ്റി വെച്ചു. അപ്പൊ 4000 ആളുടെ ചിക്കൻ റോസ്റ്റ് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായി ബിരിയാണി അടിക്കാണ്. ബിരിയാണിക്കുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അടിക്കല്ലേ?
വെക്കണം. ആ ചേട്ടാ വെള്ളം എടുത്ത് ഒഴിച്ചോ, ഒഴിച്ചോ. മസാല ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് തിളച്ചപ്പോ അരി ഇട്ടുണ്ട് അല്ലേ ജോസ്പേട്ടാ? അതന്നെ അടിക്കും. പൊട്ടുന്നോട് അരി നമ്മളൊരെണ്ണം അടിച്ചു അവസാനിപ്പിച്ചു. ഒരെണ്ണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അടുത്തത് വെള്ളം ഒഴിക്കാൻ പോണു. രണ്ട് മൂന്ന് ഓടറ ഗൈസ്, അപ്പൊ നമ്മുടെ ബിരിയാണി അടി ഫുള്ള് കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ബിരിയാണി, ഫുൾ അടി കഴിഞ്ഞു. ബിരിയാണി, ചിക്കൻ,